വീട്ടിലേക്ക് എത്ര കിലോ വാട്ട് സോളാർ വയ്ക്കണം? 3 ആണോ, 5 കിലോ വാട്ടാണോ, 10 കിലോ വാട്ടാണോ? അതല്ലെങ്കിൽ ചില ആളുകൾ പറയും വീട് 1200 സ്ക്വയർ ഫീറ്റ് ആണ്, അല്ലെങ്കിൽ 2 നില വീടാണ്, അപ്പോൾ ഞാൻ എത്ര കിലോ വാട്ടിൻ്റെ പ്ലാന്റ് ആയിരിക്കണം തിരഞ്ഞെടുക്കേണ്ടത്? നിങ്ങളുടെ വീട്ടിലെ വൈദ്യുതി കൺസപ്ഷൻ മാത്രം നോക്കിയാണ് ശരിയായ തീരുമാനം എടുക്കേണ്ടത് എന്നുള്ളതാണ്. ഇത് വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാം. ഒരു 3 കിലോ വാട്ട് പ്ലാന്റ് ആണെങ്കിൽ 2 മാസം കൂടുമ്പോൾ 720 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യും. അതായത് ഒരു ദിവസം 12 യൂണിറ്റ്. ഒരു എയർ കണ്ടീഷണർ, ഇൻഡക്ഷൻ കുക്കർ, ചെറിയൊരു ഇലക്ട്രിക് ബൈക്ക്, പിന്നെ നമ്മുടെ വീട്ടിലുണ്ടാകുന്ന സാധാരണ എല്ലാ എക്യുപ്മെൻസും ഇത്രയധികം നോർമലായിട്ട് യൂസ് ചെയ്യാനാണെങ്കിൽ 3 കിലോ വാട്ട് സ്യൂട്ടബിൾ ആണ്. മാസം 5500 രൂപയോളം ബില്ല് വരുന്ന വീടുകൾക്ക് 5 കിലോ വാട്ടിൻ്റെ ഒരു സിസ്റ്റം ആണെന്നുണ്ടെങ്കിൽ 2 മാസം കൂടുമ്പോൾ 1200 യൂണിറ്റ് ജനറേറ്റ് ചെയ്യും. അതായത് ഒരു ദിവസം 20 യൂണിറ്റോളം ജനറേഷൻ ഉണ്ടാവും. ഈ സിസ്റ്റം ഉപയോഗിച്ച് 11,000 രൂപ വരെയുള്ള കറണ്ട് ബില്ലിനെ നമുക്ക് സീറോ ആക്കാൻ സാധിക്കും. ഈ സിസ്റ്റത്തിൽ 2-3 AC കംഫർട്ടായിട്ട് യൂസ് ചെയ്യാം. ഇൻഡക്ഷൻ കുക്കർ, ഇലക്ട്രിക് ഹീറ്റേഴ്സ്, പിന്നെ നമ്മുടെ വീട്ടിലുള്ള അതർ എക്യുപ്മെൻറ്റ്സ് എല്ലാം തന്നെ കംഫർട്ടായിട്ട് ഉപയോഗിക്കാൻ സാധിക്കും. ഇനി 10 കിലോ വാട്ടിൻ്റെ സിസ്റ്റം നോക്കുകയാണെങ്കിൽ 2 മാസത്തിൽ 2400 യൂണിറ്റോളം പ്രൊഡ്യൂസ് ചെയ്യും. അതായത് ഒരു ദിവസം 40 യൂണിറ്റിന് മുകളിൽ പ്രൊഡക്ഷൻ ഉണ്ടാവും. ഒത്തിരി വലിയ വീടുകൾക്കാണ് ഈ സിസ്റ്റം സ്യൂട്ടബിൾ ആവുക. 4-5 അതിലധികം AC-കൾ, അതുപോലെ ഇലക്ട്രിക് കാർ, 1-ലധികം ഇലക്ട്രിക് കാറുകൾ, പിന്നെ വീട്ടിലുള്ള ബാക്കി അതർ എക്യുപ്മെൻറ്റ്സ് ഇതെല്ലാം തന്നെ കംപ്ലീറ്റ് ആയിട്ട് കംഫർട്ടായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. പ്രൈസ് തീരുമാനിക്കുമ്പോൾ യൂണിറ്റ് മാത്രം നോക്കരുത്. 1-2 കിലോ വാട്ട് കൂടുതൽ ഇൻസ്റ്റാൾ ചെയ്യണം. അങ്ങനെ വരുമ്പോൾ നമ്മളുടെ സിസ്റ്റം ഒരു ഫ്യൂച്ചർ റെഡി സിസ്റ്റമായിട്ട് നിൽക്കും. ഇനി പറയാൻ പോകുന്ന കാര്യങ്ങളും ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മളെ റൂഫിലെ ഏരിയ, ഷെയ്ഡ്, ഓറിയൻറ്റേഷൻ, അതുപോലെ ട്രാൻസ്ഫോമറിൻ്റെ കപ്പാസിറ്റി, ഫ്യൂച്ചർ യൂസേജ്, AC, EV, ഇതിൻ്റെയൊക്കെ എക്സ്റ്റൻഷൻ, ഇത്തരം കാര്യങ്ങളാണ് മോസ്റ്റ് പീപ്പിൾസും മിസ് ചെയ്യുന്നൊരു പോയിന്റ്. എങ്കിലും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നോക്കുകയാണെങ്കിൽ 1-2 കിലോ വാട്ട് കൂടുതൽ ഇൻസ്റ്റാൾ ചെയ്യുന്നത് തന്നെയാണ് ഒരു പെർഫെക്റ്റ് ഡിസൈൻ. കാരണം കേരളത്തിൽ പലയിടങ്ങളിലും ട്രാൻസ്ഫോമർ ഫീസിബിലിറ്റി തീർന്നു വരികയാണ്. സോ ഭാവിയിൽ എക്സ്റ്റെൻഡ് ചെയ്യുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമായിരിക്കില്ല. ഫോർ ദ ബെസ്റ്റ് റിസൾട്ട്, പ്രോപ്പർ സൈറ്റ് സ്റ്റഡി പ്ലസ് ലോഡ് കാൽക്കുലേഷൻ കറക്റ്റായി ചെയ്യുക. സോളാർ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ കപ്പാസിറ്റി ഗസ് ചെയ്യരുത്, കാൽക്കുലേറ്റ് ചെയ്യുക. അതായിരിക്കും സ്മാർട്ട് ഡിസിഷൻ.